ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിക്കുമല്ലോ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവറുകള്, തെളിവുകള്, വീഡിയോസ്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണുസുതി. രേണുസുതിയെ ഇന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. അതെ, പുള്ളിക്കാരെ നമുക്കെല്ലാം നല്ല രീതിയിൽ സുപരിചിതമാണ്. കുറച്ച് നാളുകളായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മറ്റൊരു വ്യക്തികളും രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടന്റോ രേണുസുതിയുടെ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനോ നിൽക്കുന്നില്ല. കാരണം എന്താ? പുള്ളിക്കാരി ഇപ്പോൾ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ആരും അങ്ങോട്ടേക്ക് കയ്യേറാനായിട്ട് വരുന്നില്ല. അവരായി, അവരുടെ പാടായി, അവരുടെ ഇഷ്ടങ്ങളായി ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം എനിക്ക് തോന്നുന്നു ഇപ്പം നെഗറ്റീവ് കോമൻസ് വരുന്നതിൻ്റെ ആ ഒരു ഓളിയുണ്ടല്ലോ, അത് വളരെ ലൈറ്റ് ആയിട്ടുണ്ട്. പഴയതുപോലെ ഒന്നും വരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാരുടെ പ്രൊഫൈലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് വരുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റും അതുപോലെ തന്നെ പിക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ട് അതൊരു സ്റ്റോറി ആയിട്ട് ഇടുന്നു. എന്നിട്ട് ആളുടെ പ്രൊഫൈൽ ഏതാണെന്ന് നോട്ട് ചെയ്യുന്നു, അതും കൂടെ എടുത്ത് സ്റ്റോറി ആയിട്ട് ഇടുന്നു. ഇപ്പോഴത്തെ ഈ നാട്ടിലൊരു കണ്ടീഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും പബ്ലിസിറ്റി ചെയ്യാനുള്ള പബ്ലിസിറ്റി ആവുക തന്നെ ചെയ്യും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവനെ പിന്തുണയ്ക്കാൻ ആൾക്കാരും വരും, അവന് പ്രൊമോഷൻ കൊടുക്കാനും ആൾക്കാർ വരും. അത് കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 10 കമന്റ് രേണുസുതിക്ക് നെഗറ്റീവായിട്ടൊരു സാധനം ഇടുമ്പോഴത്തേന് എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു പ്രൊഫൈൽ എടുത്തിട്ട് പുറത്തേക്ക് കാണിക്കുമ്പോഴത്തേനോ രേണുസുതിയെ പോലെ 4 ലക്ഷത്തിൽ പല ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു പെണ്ണ് നമ്മളുടെ പ്രൊഫൈൽ, അതായത് ചിലപ്പോൾ ഒരു 1000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 500 ഫോളോവേഴ്സ് ഇപ്പോൾ 2000 ഫോളോവേഴ്സ് ഒക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവരത് കാണുമ്പോൾ 400 ഫോളോവേഴ്സിന് മേളിലുള്ളൊരു പെണ്ണ് നമ്മുടെ പ്രൊഫൈൽ എടുത്ത് ഇട്ടല്ലോ, എന്നാ പിന്നെ ഇവളെ ഇപ്പം ഒരു ചീത്തയല്ലേ വിളിച്ചത്, നാളെ ഞാനൊരു 10 ചീത്തയും കൂടെ കയറ്റി അങ്ങ് വിളിച്ചേക്കാം. അതായത് ഇന്നിപ്പോൾ അച്ഛനെ വിളിക്കുകയാണെങ്കിൽ നാളെ മുത്തിയും കൂടെ ചേർത്ത് വിളിച്ചേക്കാം എന്ന രീതിയിലുള്ളൊരു പ്രവണത. അപ്പോൾ എന്തായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ? ആഹാ, അവൻ്റെ പ്രൊഫൈൽ എടുത്ത് സ്റ്റോറി ഇട്ടില്ല, എന്നാൽ പിന്നെ എൻ്റെ പ്രൊഫൈലിൽ കൂടെ രേണു ഇടുന്നോ നോക്കട്ടെ. പച്ചക്ക് രേണുവിനെ 10 തീറ്റ വിളി, ഉടനെ രേണു എടുത്ത് ഇടുന്നു. ഇതിങ്ങനെ ഒരു ചെയിൻ അല്ലെങ്കിൽ ഒരു ലൂപ്പ് ആണെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നു. അപ്പോൾ രേണുസുതി സ്വന്തം പ്രൊഫൈലിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. സ്വന്തമായിട്ട് കിട്ടുന്ന ചീത്തവിളികൾ മറ്റേ അവാർഡായിട്ട് ചിത്രീകരിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാനായിട്ട് നിൽക്കരുത്. പ്ലീസ് അവോയ്ഡ് ദാറ്റ്. ആ ഒരു കാര്യം മറ്റു നിങ്ങളുടെ റീൽസോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അത് ആരും വേണ്ടാന്ന് പറയുന്നില്ല, ആരും ചെയ്യണ്ടെന്ന് പറയുന്നില്ല. നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ആ കാര്യങ്ങൾ ചെയ്ത് മുന്നേക്ക് പോവുക. ഇപ്പം മെഡിക്കലിൻ്റെ ഒരു എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്തപ്പോൾ ആ ക്ലിയർ ചെയ്ത വീഡിയോ വരെ നമ്മൾ എടുത്തിട്ട് ആ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? രേണുസുതി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്തൊരു കാര്യമാണ്. എന്നാൽ ഇപ്പം സന്ദീപ് ഇടപ്പാള് റെയർ റീൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതായത് റെയർ റീൽസിനെ ഇവിടെ നിന്നും, അതായത് കോട്ടയത്ത് നിന്നും നേരെ എവിടുന്ന സ്വിഫ്റ്റ് കാറിനകത്ത് പോയിട്ട് ഇവൻ്റെ സ്ഥലം ഇടപ്പാള്, മലപ്പുറം തൃശ്ശൂർ ബോർഡർ ഇടപ്പാളിൽ ചെന്നിട്ട് അവിടുന്ന് തൂക്കിയെടുത്തുകൊണ്ട് ഇവിടെ വന്നു എന്നായിരുന്നു പ്രചരണം വന്നുകൊണ്ടിരുന്നത്. വന്ന സമയത്ത് ഒരുപാട് ചാനലുകാരുണ്ടായിരുന്നു, എസ്പെഷ്യലി തങ്കച്ച ഒക്കെ നിന്നിങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയോടുകൂടി തന്നെ അവൻ സ്റ്റേഷൻ ജാമ്യത്തോടുകൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ പ്രോപ്പർട്ടി എല്ലാം അവർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു കേസ് വരുമ്പോഴത്തേക്കിന് സോഷ്യൽ മീഡിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ആൾ ഉപയോഗിച്ചിട്ടുള്ള ഫോണും ലാപ്ടോപ്പും തേങ്ങ എനിക്ക് എൻ്റെ ഒരു അറിവ് പ്രകാരം വൈഫൈ മോഡം വരെ അവരെടുത്തുകൊണ്ട് വരേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. അതാരും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഈ കേസ് എന്താണെന്നുള്ളത് നമ്മളൊരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ FIR നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു? അത് ആരിട്ട കേസായിരുന്നു? വ്യക്തമായിട്ട് അറിയാമല്ലോ ആരിട്ട കേസായിരുന്നു. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പം ഇതിനൊരു പരിവർത്തനം സംഭവിക്കുന്നത്. അതായത് ഞാനാണ് ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുത്തത്, പക്ഷേ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേന് ആ ക്രെഡിറ്റ് എനിക്കല്ല കിട്ടുന്നത്, എൻ്റെ ഇപ്പുറത്തിരുന്നവനെ കിട്ടുന്നത്. അത് ശരിയാണോ? നിന്റെ ക്രെഡിറ്റ് നിനക്കല്ലേ കിട്ടുന്നതല്ല മറ്റുള്ള ഒരാൾക്കാണ് കിട്ടേണ്ടത്. നമുക്കതൊന്ന് കണ്ടുവരാം. അതായത് മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ഈ ഒരു സാധനം വലുതായിട്ട് കവർ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ന്യൂസ് 18 കേരളം ഇതൊരു വാർത്തയായിട്ട് ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിച്ചപ്പോഴത്തേക്കിന് ആടിനെ പട്ടിയാക്കുന്നതായിട്ട് എനിക്ക് ആ ന്യൂസിൽ കാണാൻ സാധിച്ചത്. അത് ശരിയല്ല. ആ അർഹതപ്പെട്ടവൻ അതിൻ്റെ അംഗീകാരം കൊടുക്കണം. ആ ഒരു പതക്കം ആൾക്ക് തന്നെ കൊടുത്തേ പറ്റൂ. മറ്റേ കാക്കയ്ക്കുള്ളിലെ കലാകാരൻ എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കൊടുത്തേ പറ്റൂ. അത് തീർച്ചയായിട്ടും കൊടുക്കണം. അത് കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സാധനം ഞാനൊന്ന് കാണിക്കാം. പിന്നെ റിയാലിറ്റി ബൈ സാരിക എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് എക്സ്പെഷ്യലി പറയുന്ന ഷഫീനയായിട്ടാണ്. അതിനിടയിൽ ആരൊക്കെ ഗൂഢാലോചന ഉണ്ടെന്നും നിങ്ങൾ മറ്റേ ഇതൊക്കെ വലിയ ടീമുകളാണെന്നും ഒരു ബെൽറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. റിയാലിറ്റി പോയോന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും ഇത് രണ്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളത് മര്യാദയ്ക്ക് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് കൊടുത്തോണം.
തീർച്ചയായിട്ടും പറയാ കൊടുത്തോണം. നിങ്ങൾ പലരും പറയുന്നത് എൻ്റെ വീഡിയോ കാണാനായിട്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഹൈപ്പ് കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഞാനൊന്നും മനസ്സിന് സന്തോഷിക്കത്തില്ലടാ. ഇത് എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്ത് കെഞ്ചി കേണ് അപേക്ഷിച്ച് താറി തൂറി കാല് പിടിച്ച് വാങ്ങിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അതങ്ങ് മാന്യമായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഒരു മാന്യത കാണിക്കടാ. ഒരുത്തന് തൊണ്ട പൊട്ടി ശ്വാസം പോലും വിടാൻ പറ്റാതെ ഇരുന്നുകൊണ്ട് ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുമക്കണമെന്ന് പറഞ്ഞാൽ ചുമച്ച് പറഞ്ഞാൽ കാണിക്കത്തില്ലേ? എന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കാനായിട്ട് നിൽക്കരുത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോക്കകത്തേക്ക് തന്നെ വരാം. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രേണുസുതി. രേണുസുതിയെ ഇന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. രേണുവിൻ്റെ ക്യാൻസറും രേണുവിൻ്റെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മലയാളികൾക്കിടയിൽ ചർച്ചയാണ്. രേണു തന്നെ തൻ്റെ യൂട്യൂബിലൂടെയൊക്കെ ഇത് സംസാരിക്കാറുമുണ്ട്. രേണുവിൻ്റെ ഈ വീഡിയോകളൊക്കെ തന്നെ റിയാക്ഷൻ വീഡിയോയിലെയും അല്ലാതെയും ചില യൂട്യൂബേഴ്സ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. രേണു കാണിക്കുന്നതൊക്കെ ഫേക്ക് ബില്ലാണ്, രേണുവിന് ക്യാൻസർ ഇല്ല, രേണുവിനൊരു തരത്തിലുള്ള അസുഖങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല യൂട്യൂബ് ബ്ലോഗേഴ്സും വീഡിയോ ക്രിയേറ്റേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും രേണുവിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും യൂട്യൂബിൽ അത് അവരുടേതായ രീതിയിൽ ഇടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കേരള പോലീസ് ഇതുപോലൊരു വ്യക്തി ഒരു മിനിറ്റ് ഈ നെഗറ്റീവ് മാത്രം ചീന്തി കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തികൾ ഇപ്പോൾ ഈ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ ഈ ഒരു മെഡിസിനും പൈസയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയെ കുറിച്ച് പരാമർശിക്കുമ്പോഴത്തേക്കിന് അതിന്റെ വെരി നെക്സ്റ്റ് ഡേ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും പുറത്തു വിട്ടിട്ടുണ്ട്. ആ റേറ്റ് കറക്റ്റ് ആണെന്നും ക്യാൻസറിന്റെ കാര്യം കറക്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലൊരു വീഡിയോ എടുത്തപ്പോഴത്തേന് ആ ഒരു സാധനം ഇതിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല? മറന്നുപോയതാണോ? അത് ഇന്റൻഷ്യലി നിങ്ങൾ വിട്ട് കളഞ്ഞതാണോ? നെഗറ്റീവ് പറഞ്ഞാലേ ചിലപ്പോൾ റീച്ച് കിട്ടത്തുള്ളായിരിക്കില്ലേ? അങ്ങനല്ലേ? അയക്കുക. അപ്പൊ എന്നാലല്ലേ നമുക്കെല്ലാവരും തോണിക്കാതെ നിൽക്കാൻ പറ്റുമെന്നാ. പിടികൂടി. രേണുസുതിക്ക് എതിരെ സംസാരിച്ച ഒരു വ്യക്തി, അവരൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ല, അവർ മുന്നിൽ വന്ന് കാണിക്കുന്ന ബില്ലൊക്കെ വ്യാജമാണ്, അവർ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രേണുസുതിക്കെതിരെ സംസാരിച്ച ഒരു യൂട്യൂബറിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ആ പോലീസ് പിടികൂടുന്ന വീഡിയോ ദൃശ്യങ്ങൾ രേണുസുതി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു കാര്യവും പറഞ്ഞു. ഇതുപോലെ നിങ്ങളപ്പോൾ ഈ തരത്തിലാണില്ല ജനങ്ങൾക്കിടയിലേക്ക് ന്യൂസുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ജെനുവിനിറ്റി എന്താണെന്ന് മനസ്സിലാകുന്നില്ല, അതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല, കേസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, FIR ഇട്ടിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളും കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാങ്ങാത്തൊലിയും അറിയാതെ വന്നിരുന്ന് ഒരു മെയിൻ സ്ട്രീം ചാനലിനകത്ത് വന്നിരുന്ന് കുരച്ചോണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു മര്യാദ വേണ്ട. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യില്ല. ഇതാണോ മാധ്യമ ധർമ്മം? ഒരു വാർത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ അത് ജനങ്ങൾക്കിടയിലേക്ക് വിടുന്നതാണോ മാധ്യമധർമ്മം? ഞാൻ ചോദിക്കുക. നീയൊക്കെ കാണിക്കുന്ന ന്യൂസ് കണ്ടുകൊണ്ട് അതും വിശ്വസിക്കുന്ന ഒരുപാട് കൂട്ടങ്ങൾക്കിടയിൽ ഒരുത്തനാ ഞാനും. അപ്പം ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്ക് ഈ ഒരു ന്യൂസ് കൊണ്ട് സാധിച്ചു എന്ന് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി? കാരണം ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിൻ്റെ FIR എന്താണെന്നും കേസ് എങ്ങനെയാണ് പോയതെന്നും രജിസ്റ്റർ ചെയ്ത് ഏതാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവന്മാർ പറയുന്നത് കള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കറിയാത്ത ആയിരക്കണക്കിന് കേസുകളായിരിക്കുമല്ലോ ഒരു ദിവസം നടക്കുന്നത്. അപ്പം അതിനകത്ത് ജെനുവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതാണല്ലോ ഇതുപോലുള്ള മാധ്യമ വാണങ്ങൾ വന്നിരുന്നിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ബ്രോ, വെരി ബാഡ് ബ്രോ, റിമൂവ് ദാറ്റ് കോണ്ടന്റ്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നവർക്ക് ഒരു താക്കീതാണ് ഇത് എന്നതും കൂടിയാണ് രേണുസുതി പറയുന്നത്. രേണു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനെതിരെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യം നിറയുന്ന നാടാണ്. അവർക്ക് പറയാനുള്ളത് അവർ രേണുസുതി ഫേക്കായിട്ടാണ് കാണിക്കുന്നതെന്ന് ഒരു യൂട്യൂബറിന് പറയാമെങ്കിൽ അതെന്തുകൊണ്ട് അവർക്ക് പറഞ്ഞുകൂടാ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മറുവിഭാഗത്ത് രേണുസുതി അനുകൂലിച്ചുകൊണ്ട് ഇതുപോലുള്ള പോലീസിൻ്റെ നടപടികൾ സ്വാഗതാർഹം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിഭാഗം ഒരു സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട്. രേണുസുതിയുടെ കീമോവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രേണു തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ കീമോ കഴിയും തോറും 2 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ആ പൈസ കൂട്ടി വെക്കണം, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ നടത്തുന്നതെന്നാണ് രേണുസുതി പറയുകയും ചെയ്തിട്ടുള്ളത്. അതിനുള്ള ചിലവ് മാർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് എന്നതും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ തൻ്റെ മക്കളുടെ മേലുള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടി പലരും വരുന്നുണ്ട്, അവരിൽ ചിലർ നടത്തുന്ന പരിപാടികളാണിതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേണു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് രേണുവിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ രേണുവിന്റെ കണ്ടന്റുകൾ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അത് എനിക്ക് ക്ലാരിഫൈ ആയില്ല ബ്രോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുവിധപ്പെട്ട ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതിനകത്ത് ഈ മക്കളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു യൂട്യൂബർ, ഏത് യൂട്യൂബറാണ് ഇവരുടെ മക്കളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്? പരസ്പരം ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരിക്കും. ഒരു മക്കളുടെ ഉത്തരവാദിത്തം മറ്റൊരു യൂട്യൂബറിന് എങ്ങനെ എടുക്കാനായിട്ട് കഴിയും? അതൊന്ന് പറഞ്ഞു തരണേ. അത് നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലേ? അപ്പുറത്തെ വീട്ടിലെ മകന്റെ ഉത്തരവാദിത്തം ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എങ്ങനെ ഏറ്റെടുക്കാനായിട്ട് കഴിയും? ഒന്ന് ക്ലിയർ ആക്കി തരണേ.
മീഡിയയിൽ ആദ്യമായിട്ടല്ല വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നത്, മുന്നേയും ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ. പക്ഷേ പോലീസിന്റെ നടപടിയുമായിട്ട് ബന്ധപ്പെട്ടും രേണു സുധിക്കെതിരെ അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ ഒരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുന്നതും ഇതാദ്യമായിട്ടാണ്. അതിന്റെ സന്തോഷമാണ് രേണു സുധി പങ്കുവെക്കുകയും ചെയ്തത്. രേണുവിന് കീമോ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വലിയ ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. രേണുവിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് മേഖലയെ ഫോളോ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ യൂട്യൂബേഴ്സിന്റെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ എന്റർടൈൻമെന്റ് മേഖല ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും കുറച്ചധികം നാളുകളായി രേണു ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റിലാണ്, കീമോകൾ തുടരെ നടത്തുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ രേണു തന്നെ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഫേക്ക് ആണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണെന്നും ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നാടകം മാത്രമാണിതെന്നും കൂടിയാണ് ആളുകൾ പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും സോഷ്യൽ മീഡിയ പൊന്നു മനുഷ്യ, ഈ കമന്റ് ബോക്സിൽ കാണുന്നത് വായിച്ച് ജനങ്ങൾക്കിടയിലേക്ക് വിടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇതുപോലൊരു മെയിൻ സ്ട്രീം ചാനൽ? അതിനകത്തെ വ്യക്തത എന്താണെന്നും ആ കേസ് എന്തിനാണ് രജിസ്റ്റർ ചെയ്തതെന്നും അതിനെ പിടികൂടിയത് എന്തിനാണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ, അതായത് കാക്കിക്കുള്ളിലെ കലാകാരൻ ആരാണെന്ന് മനസ്സിലാകാതെ നിങ്ങൾ ഈ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചൊരു വാർത്ത കൊടുത്തിട്ട് അതിനകത്ത് എന്താ, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താ, അതിനകത്തൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ്, അതിനകത്തൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മച്ചാനെ. അപ്പം റിയാലിറ്റി സ്വയം റിയാലിറ്റിയിൽ ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്ന ഒരു റിയാലിറ്റി ബൈ ശാരിക പുള്ളിക്കാരി. നമ്മളുമായിട്ട് പല വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് വരെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ടോ ഇല്ലാന്നൊന്നും ചേച്ചിക്ക് അറിയാൻ പറ്റുന്നത്. മേ ബി ചേച്ചി ഇപ്പൊ വീഡിയോ കാണാം ഇവിടെ ഇരുന്ന് എന്നിട്ട് പോലെ ശാരികെ ഇരുന്ന് കണ്ടിട്ട് പോയാൽ മതി കേട്ടല്ലോ. അപ്പോൾ ശാരിക കുറേ ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് എനിക്കറിയാൻ പറ്റും ഹലോ ഡലങ്സ് എന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് വേറെ വല്ലതുമായിരിക്കും. നിന്റെ അടുത്ത് നോക്കിയാൽ മനസ്സിലായി, ഇത് തന്നെ. അതായത് ഇപ്പം ഞാനൊരു കറണ്ട് സിനാരിയോ ഞാൻ പറയാം. രേണു സുധിയെ വെച്ച് ഇപ്പോഴും അരി മേടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ ശാരിക. സത്യമാ, അയ്യോ അമ്മയാണ് സത്യമായിട്ടും പറയുക. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നത് വേറെ ആരും അല്ല, ഷഫീനെ ആയിട്ട് തന്നെ. ഷഫീനെ പല പേരുകൾ നിങ്ങൾ വിളിക്കുക, നമ്മളൊന്നും അവരുടെ ബെൽറ്റേ അല്ല. നിങ്ങൾക്ക് നമ്മുടെ 3-4 വീഡിയോയ്ക്ക് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരുന്നു. നമ്മളെടുത്ത് വെച്ച് നല്ല രീതിയിൽ ഊക്കി അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് എടുത്ത് ഊക്കി വിട്ടിട്ടുള്ളൂ. നിങ്ങളായി നിങ്ങളുടെ യൂണിവേഴ്സായി. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽ ആരൊക്കെയോ കുറേ ബെൽറ്റ് ഒന്നും മറ്റേതൊന്നൊക്കെ പറയുന്നു. ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താ അറിയാം, ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ പോയിട്ട് എൻ്റെ പേര് കൂടെ മെൻഷൻ ചെയ്യുന്നതാ പലരും. എന്തിനു വേണ്ടിയിട്ടാ? നിന്നെയൊക്കെ ഞാൻ വല്ലതും വന്ന് ചെയ്താ? നിനക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടങ്ങ് പോയാ പോരെ? എന്തിനാ അവൻ്റെ കമന്റ് ബോക്സിന്റെ കീഴിൽ കൊണ്ടിട്ട് ബിച്ചു, മനു, ദേവ്, എല്ലാവരും അങ്ങ് ഒറ്റ ബെൽറ്റ്, ഷബീനെ ഒറ്റ കീറി വെച്ചാൽ ഞാൻ എവിടെങ്കിലും എടുത്ത് പറയണോ ഞാൻ ഏതെങ്കിലും ബെൽറ്റാന്നുള്ളത്? ഒരു മാതിരി നാണകെട്ട പരിപാടി എൻ്റെ അടുത്ത് കാണിക്കില്ല. ഞാൻ ഒരു ആളുടെയും ബെൽറ്റും അല്ല, എനിക്ക് ആ പെണ്ണുപിള്ളയായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ഓപ്പണായിട്ട് ഞാൻ പറയുക. അവിടെ പോയിട്ട് എന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കില്ല. ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം. എനിക്ക് വേറെ ആരുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട. വേറെ ആരുടെ സപ്പോർട്ടും കണ്ടിട്ട് ഞാൻ നിൽക്കാനും പോകുന്നില്ല. ആവശ്യമില്ലാതെ അവിടെ ഇവിടെ പോയിട്ട് എൻ്റെ പേരെടുത്ത് വലിച്ചടിക്കില്ല. അപ്പം ഇവരുടെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേന് ഇവരിനി നമ്മളെ ഉദ്ദേശിച്ചാണോ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒന്ന് തോന്നിപ്പോയതായിരിക്കും. റിയാലിറ്റി ബൈ ശാരിക, സാധാരണ ക്ഷമിച്ചു കൊള്ളണം, നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിരുന്നാലും രണ്ടെണ്ണം പറയും ഞാൻ കേട്ടോ. സത്യമായിട്ട് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചേച്ചി പറയുന്ന കാര്യത്തിൽ എത്തും കൂടെ. നിങ്ങൾ പറഞ്ഞോ, ഷബീനെ പറഞ്ഞോ, വാട്ട് യു വാണ്ട് സേ. ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അറസ്റ്റ്, അത് നടന്നു. പിന്നെ അത് അറസ്റ്റ് ചെയ്യപ്പെട്ട നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പലതും പൊലമ്പും പ്രഹസനം കാണിക്കും. വി ഡോണ്ട് കെയർ ബിക്കോസ് ഞങ്ങൾ ഡോണ്ട് കെയർ എന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വണ്ടിയുടെ പെട്രോളിന്റെ എക്സ്പെൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ മെൻഷൻ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൊടുക്കുമെന്ന് മേലധികാരികൾക്ക് കൊടുക്കുമെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇനി കാക്കിക്കുള്ളിലെ കരാകാരന്റെ കയ്യിൽ നിന്നാണോ പോയെന്ന് ദൈവത്തിനറിയാം, കണ്ടറിയാം. എന്തായാലും നിയമത്തില്, സൈബർ സെല്ലില്, അതുപോലെ കേരള പോലീസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇതിനും അതിനെ പുറകെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. DYSP തന്നെ ഉറപ്പുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ചപ്പീന ബീവിയും ചപ്പീന ബീവിയുടെ ചപ്പിയ കൂട്ടുകാരും ഒന്ന് ബിവേർ ആയിക്കൊള്ളുക. നിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിക്കുമല്ലോ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവറുകൾ, തെളിവുകൾ, വീഡിയോസ്. ഇതൊന്നും ഞാൻ എൻ്റെ ചാനൽ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ ചാനലിൽ കൂടിയിട്ട് കാണിച്ചൊക്കെ ആൾക്കാർ കണ്ട കാര്യങ്ങളും അറിഞ്ഞ അവർക്കൊക്കെ അറിയാം. നിന്നെ ഇനി എനിക്ക് ഏൽപ്പിക്കേണ്ട നിയമത്തിലാണ്, നിന്നെ നിന്റെ കൂട്ടാളികളെ. നീ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം. നിന്റെ യഥാർത്ഥ അജണ്ട എന്തുവാണെന്ന് എനിക്കറിയാം. പണി ചെയ്യാതെ മെയ്യനങ്ങാതെ ഓരോ ഫാമിലിയിലും കയറി കളിച്ച് പൈസ ഉണ്ടാക്കുക.
മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തി തീർക്കുക. അവസാനം അത് എന്തിലേക്ക് ചെല്ലും? അവരെ ഭീഷണിയിലേക്ക് ചെല്ലും. ബ്ലാക്ക് ഞാനിത് ഷബീനെ കൂട്ടുപിടിച്ച് പറയുന്നില്ല കേട്ടോ. മെയ് അനങ്ങാതെ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടതുകൊണ്ട് പറയണേ. അതായത് ശാരിക രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈക്കാട് പണിക്ക് പോയി കുഴഞ്ഞു വന്ന് കുളിച്ച് കഴിച്ചിട്ടാണ് ഈ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇത് പറയുന്നത്. അത് ഓർക്കുമ്പോഴത്തേനും എനിക്കൊരു മനസമാധാനം ഉണ്ട് കേട്ടോ. പറയേച്ചി ബാക്കി കൂടെ പറ കേക്കട്ടെ. ചെല്ലും. ബ്ലാക്ക് മെയിൽ ആണ് മെയിൻ, ബിഗിലെ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിന്റെ മെയിൻ. അപ്പോ ഇനി നിർത്തിക്കോ നീ അത്. നീയും നിന്നെ സഹായിക്കുന്ന കുറെ ചന്ത കൂട്ടുകാർ നിനക്കൊണ്ടെന്ന് എനിക്കറിയാം. ചന്ത കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല, ചന്ത വ്ളോഗേഴ്സ് പലരെയും ഭീഷണിപ്പെടുത്തി. പൊന്നു ശാരികെ, നിന്റെ മനസ്സിൽ ഞാനുണ്ട് ഇതിനകത്ത് എന്നുള്ളൊരു ഐഡിയ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ വീഡിയോട് കൂടി എടുത്ത് കളഞ്ഞോളാം കേട്ടല്ലോ. ഇവിടെ അവസാനിച്ച് അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനും നീയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി നീ എന്നെ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബിച്ച് ആ കൂട്ടത്തിലുള്ള ഒരുത്തനായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കീഴിലോട്ട് വരരുത്. ഞാനുമായിട്ട് ബന്ധമില്ല. പിന്നെ എനിക്കിത് കണ്ടപ്പോഴത്തേക്കിന് ഈ എന്നെ ഉദ്ദേശിച്ചാലോ ഞാൻ പിന്നെ മിണ്ടായിരുന്നത് ശരിയുണ്ട്. പോയെഴുന്നേറ്റ് ഇവങ്ങ് പെരുക്കുന്നത് കണ്ടപ്പോഴത്തേന് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ രേണുസുതി എടുക്കുന്നില്ല, ആരും എടുക്കില്ല. നമ്മുടെ തന്നെ വഴിയായിട്ട് CJP പാർട്ടിയും പ്രൊട്ടസ്റ്റും പേർലിമാണിയും മറ്റേ ആരാ ഇപ്പം പുതിയതായിട്ട് വന്നല്ലോ ഫിറോസിന്റെ പഴയ ഭാര്യ ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നത്. അതിൻ്റെ കീഴിൽ കൂടെ താണ്ട വീണ്ടും ചെറിഞ്ഞ് ഇങ്ങനെ തൊരയിട്ടുണ്ട് മേലോട്ട് കയറി വരിക. എനിക്കറിയാമോ ഈ നാടെങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ശരിക്കും ചിന്തിക്കാത്ത എനിക്കൊരു ഊഹാപോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കുറിച്ച് തെളിവ് സഹിതമാണ് ആൾക്കാർ വിളിച്ച്. എന്റെ ഓഫീസ് ഫോണിന് വിശ്രമമില്ല, അതുപോലാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്താണ് ശ്രീ, നിങ്ങളെ ഞാൻ വിളിച്ചപ്പോൾ തീരെ തെറ്റിയിട്ടില്ല. നിങ്ങൾ മനുഷ്യനോ അല്ല മൃഗവും അല്ല, ടപ്പീന GB അതാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നല്ലോ ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നില്ലേ, അതുപോലെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. ചില ആൾക്കാർ എഴഞ്ഞ് ജീവിക്കുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, പോട്ടെ. നിങ്ങൾ ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ചോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് വ്യഭിചാരവും അപരാധവും പറയരുത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ലോക ഫ്രോഡുകളെ കുറിച്ചോ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം, ആരും ഇടപെടാൻ പറ്റത്തില്ല. പക്ഷേ ഈ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അവരുടെ പഠന കാര്യങ്ങൾക്കും അവരുടെ എന്റർടൈൻമെന്റിനും അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. യൂട്യൂബ്, വെദർ ഇറ്റ് ഈസ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക്. നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോവുക, നിർത്തുക, മര്യാദയ്ക്ക് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കും. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ടപ്പീന GB നിങ്ങൾ ജയിലിൽ കിടക്കും. നിങ്ങളുടെ ഈ ഇവിടെ വന്നിരുന്നുള്ള ഈ മോന്തയ്ക്ക് കോങ്കണ്ണ് വെച്ചുള്ള ആ സാധനമൊന്നും ഇറക്കണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ നിർത്തിക്കോ. നിർത്തുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മന്ത്രിസഭാ തലത്തിൽ എത്തുന്നവരെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. മനസ്സിലായോ? ഇപ്പോ നിങ്ങൾക്ക് 100 ചാനൽ ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് 110 ചാനൽ ഉണ്ടാക്കാം. എന്തായാലും എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളെക്കാളും അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും മൂളയും എനിക്കുണ്ടെന്ന്. പിന്നെ വിദ്യാഭ്യാസം അല്ല സംസ്കാരത്തിന്റെ അടിസ്ഥാനം, അത് വേറെയാ. അത് ഞാൻ ഈ ചാനലിലൂടെ പറയത്തില്ല. അതെനിക്ക് മനസ്സിലായി. സംസ്കാരം എന്താണെന്ന് മാന്യത എന്താണെന്നുള്ളത് ചേച്ചിക്ക് നല്ലോണം അറിയാമെന്ന് മുൻ വീഡിയോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അഭിനവിക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇത് മറ്റേ വിദ്യാർത്ഥികളൊക്കെ പഠനത്തിനും അവരുടെ നല്ല കാര്യത്തിനും വേണ്ടി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയാണ്. പ്ലീസ് വാക്ക് ഔട്ട് ഫ്രം ദിസ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ അബീന ബേബിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല, ഒരുവിധപ്പെട്ട എല്ലാ വ്ളോഗേഴ്സിനും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിയാലിറ്റി ബൈ ശാരിക എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലുള്ളൊരു അപരാധമല്ലേ ഒരു സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് വാക്ക് ഔട്ട് ഫ്രം ദിസ് പ്ലാറ്റ്ഫോം ബ്രോ. ഗേൾ, മൂവ് ബാക്ക്, സ്റ്റെപ്പ് ബാക്ക്, സ്റ്റെപ്പ് അവേ ഫ്രം ദ ക്യാമറ, ഗോ അവേ. അത്ര എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. ഇത് കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് 2 ഇൻറ്റൻഷനായിരുന്നു. ഒന്ന്, ഈ വീഡിയോ അതായത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ന്യൂസ് അത് ഫേക്ക് ആക്കാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക, ആര് കൊടുത്ത കേസാണെന്നുള്ളത്. കാരണം അതിലൂടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം നിങ്ങൾ കൊടുക്കുന്ന ന്യൂസ് അതിൻ്റെ ജെനുവിനിറ്റി അറിയാതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം. കാരണം ഞാൻ എൻ്റെ വീഡിയോ കൂടെ FIR എന്താണെന്ന് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള അതിനകത്ത് വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വായിച്ചുള്ള BNS 132 എനിക്ക് തോന്നുന്നത്, പോലീസ് ആക്ട് 120O, ഇത് രണ്ടും ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് ആ ന്യൂസ് ഒന്നുകൂടെ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ഷബീന ബീബിയുടെ തന്തയ്ക്ക് ഇവർ കയറി ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെയുള്ള കൂട്ടാളികൾ എന്ന് പറയുമ്പോഴത്തേന് ഇവരുടെ എല്ലാം കമന്റ് ബോക്സിന്, ഈവൻ എൻ്റെ കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് ഇവരുടെ പേരിൻ്റെ കൂടെ എൻ്റെ പേരും കൂടെ ചേർത്ത് വെച്ച് വായിക്കുന്നു. അത് തന്തയില്ലായ്മയെ പുറത്തു കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഞാനും ഇല്ല എന്നുള്ളത് ഐ വാണ്ട് ടു ക്ലിയർ. അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ആരെയും ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടില്ല. ഐ വാണ്ട് ജെന്യുവിൻ ഓഡിയൻസ്, അത്രേ എനിക്കുള്ളൂ. അപ്പം ശരി, ഓക്കെ, ബൈ.